ഭാഗം 20. ഒരു ദിവസം വൈകിട്ട് ആടുകളെയും കൊണ്ട് നടക്കുമ്പോൾ ആകാശത്തിന്റെ കിഴക്കേ കോണ് കറുത്തിരളുന്നത് ഞാൻ കണ്ടു. മരുഭൂമിയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണ ഋതു സംക്രമണങ്ങൾ സംഭവിക്കുക ഒരു പൊടിക്കാറ്റിന്റെ അകമ്പടിയോടെ ആയിരിക്കും. ഒരു പൊടിക്കാറ്റ് വന്ന് മാഞ്ഞു പോകുമ്പോഴേക്കും കാലാവസ്ഥയും മാറിക്കഴിഞ്ഞിരിക്കും. അവിടുത്തെ ഓരോ മാറ്റവും പെട്ടെന്നാണ്. പതിയെ എന്നൊന്ന് അവിടെയില്ല. തലേന്ന് വരെ നല്ല ചൂടായിരിക്കും. പിറ്റേന്ന് നേരം പുലരുന്നത് നല്ല തണുപ്പിലേക്കായിരിക്കും. തലേന്ന് വരെ കമ്പിളി പൊതിച്ച് കിടക്കേണ്ട തണുപ്പായിരിക്കും. പിറ്റേന്ന് ഉച്ച കത്തുകയായിരിക്കും. കഴിഞ്ഞ ദിവസം വരെ അന്തരീക്ഷം പൊടിയുടെ ഒരംശം പോലുമില്ലാതെ ശുഭ്രമായിരിക്കും. അടുത്ത നിമിഷം എവിടെ നിന്നറിയാതെ ഒരു പൊടിക്കാറ്റ് വന്ന് ആ ശുഭ്രതയെ കലക്കിക്കളയും. അതിൻ്റെ വരവും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മുഴുവൻ യാതൊരു സൂചനയുമില്ലാതെ ചുട്ടുപഴുത്ത് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്തിന്റെ അങ്ങേ ചെരുവിൽ ഒരു കരിമേഘപടലം പ്രത്യക്ഷമായി. നിമിഷങ്ങൾക്കകം അത് ആകാശം മുഴുവൻ പടർന്നൊലിക്കുകയും മരുഭൂമിയെ ഒരു കരിമ്പുതപ്പിനുള്ളിൽ എന്ന പോലെ ഇരുട്ടിലാക്കി കളയുകയും ചെയ്തു. തണുത്ത കാറ്റ് എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും കീറിമുറിച്ചുകൊണ്ട് വീശിയടിച്ചു. മരുഭൂമിയിൽ നിന്നും ധ്രുവപ്രദേശത്തേക്ക് എടുത്തെറിയപ്പെട്ട പ്രതീതിയായിരുന്നു എനിക്ക്. ഉന്മാദത്തിൽ പെട്ടതുപോലെ ആടുകൾ ലക്ഷ്യമില്ലാതെ ഓടുവാൻ തുടങ്ങി. പ്രകൃതിയിലുണ്ടായ മാറ്റം ആടുകൾക്കെന്ന പോലെ എന്നിലും ഉന്മാദ സന്തോഷം നിറച്ചു. ആടുകളെ അലയാൻ വിട്ട് ഞാൻ ആ തണുപ്പിലൂടെ കൈവരിച്ച് നടന്നു. അർബാബ് വണ്ടിയുമായി പിന്നാലെ വന്ന് എന്നെ ശകാരിച്ചപ്പോഴാണ് ഞാൻ ആടുകളെയും തടുത്തുകൂട്ടി മസ്രയിലേക്ക് മടങ്ങിയത്. ഞാൻ മസ്രയിലെത്തിയപ്പോഴേക്കും മഴ പൊടിഞ്ഞു കഴിഞ്ഞിരുന്നു. ആദ്യത്തെ തുള്ളി ദേഹത്ത് വീണതും ഞാനൊരു കടാരക്കുത്തേറ്റതുപോലെ പിടഞ്ഞുപോയി. കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ 8-10 മാസങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് എൻ്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം സ്പർശിക്കുന്നത്. അതിൻ്റെ വേദന കഠിനമായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മഴ വീഴ്ച പെയ്യാൻ തുടങ്ങി. ഓരോ തുള്ളി പതിക്കുമ്പോഴും ദേഹത്ത് ഒരു തുള വീഴുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ വേദന സഹിക്കാനാവാതെ ഞാൻ ഓടിപ്പോയി കമ്പിളിയെടുത്ത് മൂടിപ്പൊതച്ചു. എനിക്ക് മാത്രമല്ല, ആടുകൾക്കും ആ വേദന അസഹനീയമായി തോന്നിയിരിക്കണം. അവ അപരിചിതമായ ശബ്ദത്തിൽ അലറിക്കരയുവാൻ തുടങ്ങി. പൊതുവെ ശാന്തരായ ഒട്ടകങ്ങൾ എവിടൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് മഴപ്പാതിയിലാണ് കയറി വന്നത്. അവയും മഴസൂചി കുത്തേറ്റതിൻ്റെ വേദനയിലും അസ്വസ്ഥതയിലും ആയിരുന്നു. മഴയോടൊപ്പം ഇടിയും മിന്നലും വന്നു. മിന്നൽ പാളികൾ ആകാശത്തു നിന്നും ഇറങ്ങി വന്ന് ഞങ്ങളുടെ മസ്രയാകെ കത്തിച്ചു കളയുമോ എന്ന് പോലും ഞാൻ പേടിച്ചു. ഓരോ മഴത്തുള്ളി എൻ്റെ തലയിൽ പതിക്കുമ്പോഴും ഓരോ രോമകൂപവും വേദന കൊണ്ട് വിറച്ചെഴുന്നേറ്റു. എൻ്റെ ദേഹം പൊള്ളുകയും നീറുകയും വിറയ്ക്കുകയും ചെയ്തു. മഴ കൊള്ളാനും നനയാനും കുളിക്കാനും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സഹിക്കാൻ എനിക്കാവില്ലായിരുന്നു. അത് സഹനീയതയുടെ സർവ്വ പരിധിയും വിട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഓടി അർബാബിൻ്റെ കൂടാരത്തിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച, അർബാബ് കൂടാരത്തിൻ്റെ മൂലയ്ക്ക് ഒരു ഭീരുവിനെ പോലെ കുനിഞ്ഞിരിപ്പുണ്ട്. ലോകത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി അർബാബ് മഴയെയും വെള്ളത്തിനെയും പേടിക്കുന്നതായി എനിക്ക് തോന്നി. അത്രയും പേടിച്ച ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ എവിടെയും കണ്ടുമുട്ടിയിട്ടില്ല. ഒരു തുള്ളി വെള്ളമെങ്കിലും ആ ദേഹത്ത് വീഴുന്നത് ഒരു ജിന്നിനെ തൊടുന്നത് പോലെ അർബാബ് ഭയപ്പെട്ടു. മഴയുടെ എറിച്ചിൽ തുള്ളികൾ കൂടാരത്തിലേക്ക് അടിച്ചു കയറുമ്പോൾ അർബാബ് കുറെ കൂടി മൂലയിലേക്ക് ചേർന്നിരുന്നു. ജനിച്ചിട്ട് ഇതുവരെയും അർബാബ് ഒരിക്കൽ പോലും കുടിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കപ്പോൾ തോന്നി. ഒരിക്കലും സംഭവിക്കാത്തതുപോലെ അർബാബ് എന്നെ കൂടാരത്തിലേക്ക് വിളിച്ചു കയറ്റി. ഞാൻ താഴെ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ കട്ടിലിൽ പിടിച്ചിരുത്തി. അർബാബ് പേടിച്ച ഒരു കുട്ടിയെപ്പോലെ എൻ്റെ കൈ കവർന്നെടുത്തു. പിന്നെ ഒരു പുതപ്പിനുള്ളിലേക്ക് നൂണ് കയറി മഴ കാണാതെയിരുന്നു. ആ ഇരിപ്പിനിടയിൽ എപ്പോഴോ എൻ്റെ കൈ തലയണക്കിടയിൽ എന്തിലോ ഒന്ന് തട്ടി. ഞാൻ സംശയത്തോടെ അവിടെ ഒന്നുകൂടി കൈവച്ചു. അത് അർബാബിൻ്റെ തോക്കായിരുന്നു. ഞാൻ പതിയെ കൈവച്ച് അത് വലിച്ചെടുത്തു. അർബാബ് അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അള്ളാ അള്ളാ എന്ന് കരഞ്ഞു വിളിച്ച് മഴ നിൽക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അർബാബ്. എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു വന്യത പടർന്നു. ഇത് ഉന്നം പിടിച്ച് കാഞ്ചി ഒന്ന് വലിച്ചാൽ മാത്രം മതി. ഞാൻ രക്ഷപ്പെട്ടു. പുറത്ത് വണ്ടി കിടപ്പുണ്ട്. താക്കോൽ അതിൽ തന്നെ കാണും. എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ കഴിയും. ഇത് തന്നെ അവസരം. എനിക്ക് രക്ഷപ്പെടുവാനായി പരമകാരുണികനായ അള്ളാഹു കൊണ്ടുതന്ന നിമിഷം. ഈ നിമിഷം നീ ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടിയില്ലെന്ന് വരും. അവസരങ്ങൾ ആവർത്തിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ. ചെയ്യൂ. ഇപ്പോൾ തന്നെ ഈ നാശത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടൂ. എൻ്റെ കൈ ശരിക്കും തോക്കിൻ്റെ കാഞ്ചിയിലേക്ക് നീങ്ങിയതാണ്. പെട്ടെന്ന് അർബാബ് എൻ്റെ അള്ളാഹുവേ നീ കാത്തു. ഈ നജീബില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ പേടിച്ച് മരിക്കുമായിരുന്നുവല്ലോ എന്ന് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അർബാബ് ആദ്യമായിട്ടായിരുന്നു എൻ്റെ പേര് ഉച്ചിക്കുന്നത്. അർബാബിന് എൻ്റെ പേര് അറിയാമോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. എനിക്ക് മുൻപ് ഹിമാർ എന്നും ഇന്ദി എന്നും മാത്രമേ അർബാബ് എന്നെ വിളിച്ചിട്ടുള്ളൂ. ആ വിളിയിലും പ്രാർത്ഥനയിലും എൻ്റെ മനം അലിഞ്ഞുപോയി.
എൻ്റെ സഹായം അഭ്യർത്ഥിച്ച് കരയുന്ന ഒരു ഭീരുവിനെ കൊന്നിട്ട് രക്ഷപ്പെടാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ ആ തോക്ക് യഥാസ്ഥാനത്ത് തന്നെ മടക്കി വെച്ചു. എനിക്കെന്തോ ദേഹത്തിനൊരു ഉഷ്ണം തോന്നി. ഞാൻ എൻ്റെ നനഞ്ഞ പുതപ്പ് വലിച്ചു കളഞ്ഞു. അർബാബിൻ്റെ കൈ വിടുവിച്ചു. വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞു. ഞാൻ പൂർണ്ണ നഗ്നനായി മഴയിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെന്നു. ആദ്യം കുറേ നേരത്തേക്ക് ശരീരം വേദന കൊണ്ട് വിങ്ങുന്നുണ്ടായിരുന്നു. ആ മഴ ഞാൻ സഹിച്ചു. പതിയെ പതിയെ എൻ്റെ ദേഹത്തു നിന്നും ശരംകുത്തൽ ഒഴിഞ്ഞു പോകുന്നത് പോലെ ഞാൻ അറിഞ്ഞു. ഓരോ മഴത്തുള്ളിയും ദേഹത്ത് തണുപ്പും നിർവൃതിയും പടർത്തി. ഞാൻ ആ മഴ ആസ്വദിച്ച് മഴക്കാറുകൾ കണ്ട ആട്ടിൻകുട്ടികളെപ്പോലെ ഞാൻ ആ മഴയത്ത് തുള്ളിച്ചാടി. അങ്ങനെ ഒരു നീണ്ട കാലയളവിന് ശേഷം മഴ എന്നെ കുളിപ്പിച്ചു. എൻ്റെ ദേഹത്തു നിന്നും അഴുക്ക് പതിയെ ഒഴുകി ഒലിച്ചു പോയി. രാത്രി എപ്പോഴോ മഴയൊന്ന് തോർന്നപ്പോൾ അർബാബ് കൂടാരത്തു നിന്നും ഓടിയിറങ്ങി വണ്ടിയിൽ കയറി ഓടിച്ചുപോയി. അന്ന് പിന്നെ രാത്രി അർബാബ് വന്നതുമില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ മഴ പിന്നെയും കനത്തു. ആ രാത്രി മുഴുവൻ ആരുടെയും ഭീഷണിയും വിലക്കുമില്ലാതെ ഞാൻ സ്വതന്ത്രനായിരുന്നു. എങ്ങോട്ടെങ്കിലും എനിക്ക് ഓടിപ്പോകാമായിരുന്ന രാത്രി. പക്ഷെ ഞാൻ എങ്ങും പോയില്ല. എന്നത്തെയും പോലെ എവിടേക്കും സഞ്ചരിച്ചാൽ ഒരു രക്ഷാസ്ഥാനത്ത് എത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ രക്ഷപ്പെടുക എന്ന മോഹം അതിൻ്റെ ഏറ്റവും സുവർണ നിമിഷത്തിൽ വെച്ച് ഞാൻ സ്വയം ഉപേക്ഷിച്ചു. അങ്ങനെ എത്ര അവസരങ്ങൾ നാം ഓരോരുത്തരും സ്വയം വേണ്ടെന്ന് വയ്ക്കുന്നുവല്ലേ. കൊതിച്ചിരിക്കുന്ന സുവർണപാത്രം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അനാഥമായി വലിച്ചെറിയുന്നവർ, അതപ്പോൾ ഉപയോഗിക്കാതിരിക്കുക എന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിയോഗം. പക്ഷേ അർബാബിൻ്റെ തടവില്ലാത്ത ആ രാത്രി എന്തെങ്കിലും ചെയ്തേ ആവണം എന്ന് എനിക്ക് തോന്നി. ആ തടവിനെ ഭേദിക്കുന്ന എന്തെങ്കിലും, അർബാബിനെ ചൊടിപ്പിക്കുന്ന എന്തെങ്കിലും. അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ നിമിഷങ്ങളെ പാഴാക്കി കളയുകയായിരിക്കും. പെട്ടെന്നാണ് ആ ആഗ്രഹം മുളപൊട്ടി വന്നത്. തൊട്ടപ്പുറത്തെ മസ്ര വരെ ഒന്ന് പോകണം. എൻ്റെ ഹക്കീമിനെ ഒന്ന് കാണണം. വന്ന രാത്രി അവനെ അവിടെ ഇറക്കിയതാണ്. പിന്നെ ഇന്നോളം ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ രക്ഷപ്പെട്ടോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. അത്ര അടുത്തായിട്ടും എത്ര അകലത്തായിപ്പോയ ഒരു പാവം പയ്യൻ. അപ്പോഴാണ് ശരിക്കും എൻ്റെ തടവറ ഇടുങ്ങിയതാണെന്ന് ഞാൻ ഓർക്കുന്നത്. 1-2 തവണ ഞാൻ അവനെപ്പറ്റി അർബാബിനോട് ചോദിച്ചിരുന്നു. അർബാബ് എൻ്റെ ചോദ്യം കേട്ടില്ലെന്ന മട്ടിൽ അവഗണിച്ച് കളയുകയായിരുന്നു. ആ രാത്രി കൊടും മഴയത്ത് ഹക്കീമിൻ്റെ മസ്രയിലേക്ക് ഞാൻ ഇറങ്ങി നടന്നു. ഇരുമ്പ് താഴിട്ട് പൂട്ടിയ ഗേറ്റിൽ ഞാൻ ആശങ്കയോടെ തട്ടി വിളിച്ചു. അവിടെ വല്ല അർബാവുമാരുമുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോയത് തന്നെ എന്ന പേടി എനിക്കുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ വിളിച്ചു, ഹക്കീം, ഹക്കീം, നിനക്കെന്നെ കേൾക്കാമോ? ഇത് ഞാനാണ്, നജീബ്. നിന്നോടൊപ്പം ഗൾഫിന് വന്ന നജീബ്. നീ അവിടെയുണ്ടോ? ഏറെ നേരം തട്ടിയിട്ടും മറുപടി ഒന്നുമില്ലാതെ നിരാശനായി ഞാൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങ് നിന്ന് എന്തോ ഒരു നിഴലനക്കം ഞാൻ കണ്ടു. ഹക്കീം, ഇത് നീയാണോ? ഞാൻ നജീബാണ്. ഞാൻ ഉറക്കി വിളിച്ചു ചോദിച്ചു. മഴയുടെ സർപ്പസിൽക്കാരങ്ങൾ എൻ്റെ ശബ്ദത്തെ മുഴക്കിക്കളയുമോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ നിഴലനക്കം പതിയെ എൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഹക്കീം, നീയാണോ ഇത്? എൻ്റെ അടുത്തേക്ക് വാ, ഞാനാണ് നജീബ്. ആ രൂപം വളരെ അടുത്ത് വന്നപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കി. കറുത്ത് മെലിഞ്ഞ മുടി നീട്ടിയിട്ട മറ്റൊരു വികൃത രൂപം, മറ്റൊരു ഭീകരരൂപി. ഇതെൻ്റെ ഹക്കീമല്ല. അവൻ്റെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല. അവൻ നല്ല ചുള്ളനായിരുന്നു, നല്ലപോലെ വെളുത്തവൻ, കാണാൻ അഴകുണ്ടായിരുന്നവൻ, പ്രായത്തിനൊത്ത ആരോഗ്യമുണ്ടായിരുന്നവൻ. ബോംബെയിൽ വെച്ച് നീ ഇവിടെ കൂടിക്കോടാ, നിനക്ക് വല്ല ഹിന്ദി സിനിമയിലെയും കയറിക്കൂടാം എന്ന് ഞാൻ പുകഴ്ത്തിയവൻ. ഹക്കീം എന്നു പേരുള്ള ഒരാൾ ഇവിടെയുണ്ടോ? ഞാൻ അവൻ്റെ ഒരു സ്നേഹിതനാണ്. എനിക്കൊപ്പമാണ് അവൻ ഇവിടെ എത്തിപ്പെട്ടത്. അന്നത്തേതിൽ പിന്നെ ഒരിക്കലും ഞാൻ അവനെ കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ അവനെ? അവൻ എവിടെയാണെന്ന് എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന ഭീകരരൂപിയോട് ഞാൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. അപരിചിതമായ ഏതോ ഭാഷ കേൾക്കുന്നത് പോലെ ആ വികൃതരൂപി ഗേറ്റിനടുത്തേക്ക് എൻ്റെ മുന്നിൽ വന്ന് ഏറെ നേരം മിഴിച്ചു നിന്നു. പിന്നെ പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു നിമിഷത്തിൽ ഗേറ്റിൽ തലയിടിച്ച് അവൻ അലറിക്കരയാൻ തുടങ്ങി. ഞാൻ പേടിച്ചു പോയി. ആ കരച്ചിലിനിടയിൽ എപ്പോഴോ അവൻ എൻ്റെ നജീബിക്ക എന്ന് നെഞ്ചു കലങ്ങുന്ന ഒരു വിളി വിളിച്ചു. അപ്പോൾ മാത്രമേ അത് ഹക്കീം തന്നെയാണെന്ന് സത്യമായി ഞാൻ തിരിച്ചറിഞ്ഞുള്ളൂ. ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം ഒരു മനുഷ്യൻ്റെ ശരീരഭൂപടം മാറ്റി വരയ്ക്കുവാൻ സാഹചര്യങ്ങൾക്ക് കഴിയുമെന്ന് ഞാനപ്പോൾ ഭീതിയോടെ മനസ്സിലാക്കി. അതേ സാഹചര്യം എന്നെ ഇപ്പോൾ എത്ര മാറ്റി വരച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ മരുഭൂമി ദിനങ്ങളിലൊന്നും ഞാനൊരു കണ്ണാടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നോക്കിയിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് എന്നെയും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല.
അവൻ അവൻ്റെ ഉമ്മയെയും ഉപ്പയെയും വീട്ടുകാരെയും അള്ളാവിനെയും വിളിച്ച് ഒത്തിരി കരഞ്ഞു. എനിക്കൊന്നും മറുപടി കൊടുക്കാനില്ലായിരുന്നു. കമ്പിയഴിക്കിടയിലൂടെ അവൻ്റെ കൈ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കൂടെ കരയുവാൻ മാത്രമേ എനിക്ക് ത്രാണിയുണ്ടായിരുന്നുള്ളൂ. ആ രാത്രി അങ്ങനെ കണ്ണീരിൽ ഒലിച്ചുപോയി.